അന്നും ഇന്നും എനിക്ക് അവൾ സ്വൈര്യം തന്നിട്ടില്ല. എന്നാ പറഞ്ഞ പോലെ ചെയ്യണമില്ല. പറഞ്ഞതാണ് ഒന്ന് കൂടെ കൊണ്ടുവന്ന്. ആ ദേപോലും കാട്ടണില്ല. ഇപ്പൊ ഒളിഞ്ഞിരുന്ന് ചിരിക്കണുണ്ടാവും. സ്വയം പോകാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പാവം എൻ്റെ അമ്മ. ഇനി കരയാൻ കണ്ണീരില്ല എൻ്റെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേണ്ടിയായി ജീവിതം. ജീവിതം എന്ന് പറയാൻ പറ്റില്ല. മോഹങ്ങൾ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. അങ്ങനൊന്നില്ല. കുറച്ചാൾ മുമ്പ് വരെ സീതാരാമായണം അവതരിപ്പിച്ച് കാണണമെന്നുണ്ടായിരുന്നു. 10-15 വർഷത്തെ പഠനവും ചിന്തയും പ്രയത്നവും കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയതാണ്. ജീവിതാഭിലാഷമായിരുന്നു. ഇപ്പൊ അതുമില്ല. അത് രംഗത്ത് അവതരിപ്പിക്കണം. നന്ദഗോപൻ എന്ന നർത്തകനെ കുറിച്ച് ലോകം അറിയണം. കൊലയാളിയായ ഒരു ഭ്രാന്തന്റെ നൃത്തശില്പം ആർക്ക് വേണം? നന്ദഗോപൻ എന്നൊരു നർത്തകൻ ജീവിച്ചിരുന്നില്ല. അയാൾ ഇങ്ങനെ ഒരു നൃത്തശില്പം ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണം. വരും തലമുറയ്ക്ക് നൽകേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. ഒരു കലാകാരന്റെ കടമ. വയ്യ. അതിനുള്ള മനസ്സോ ശേഷിയോ ഇല്ലെന്ന് തോന്നുന്നു. അത് വെറും തോന്നലാണ്. അങ്ങയ്ക്കത് കഴിയണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. സന്മനസ്സുള്ള എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകും. എൻ്റെ അച്ഛൻ, മാധവനുണ്ണി മാഷ്, സുന്ദരേശൻ മാഷ്, അങ്ങനെ പലരും. അരുതെന്ന് പറയരുത്. അങ്ങയുടെ ഭാവനയ്ക്ക് ചേർന്ന നായികയല്ല ഞാൻ. ലക്ഷണമൊത്ത നർത്തകിയുമല്ല. മനസ്സുണ്ട്. അനുവദിക്കുമെങ്കിൽ സീതയെ ഞാൻ അവതരിപ്പിക്കാം. ഒരു മിനിറ്റ്. എനിക്ക് ചിലപ്പോ ഈ വർഷം ഒരു വിദേശയാത്ര തരപ്പെടും. ഇംഗ്ലണ്ടിലേക്ക് 30 പേരുടെ കഥകളി സംഘം പോകുന്നുണ്ട്. സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരെ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഞാൻ അറിഞ്ഞു. ഉണ്ണിമാഷ് പറഞ്ഞു. മാഷും സംഘമല്ലേ പോണത്. അപ്പൊ അനിയനെ കൊണ്ടുപോകാതിരിക്കോ? അയ്യോ, മാഷ് പോയി. ഞാൻ പോട്ടെ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക ഒത്തിക്കൊണ്ട് പോവാണേ. കാക്ക ഒത്തിക്കൊണ്ട് പോകുന്നില്ല. കാമ്പ് മുഴുവൻ കൊത്തി തിന്നു. എന്നിട്ട് തൊണ്ട് ഇവന് കൊടുക്കും. ഇവനത് മതിയല്ലോ. പിന്നുള്ളത് പകുതിയും തിന്നു കഴിഞ്ഞു. ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് അവള്. പറഞ്ഞെന്താ? സീതയെ രാമായണം പറഞ്ഞ് അടക്കുന്നതിനാ. പുറത്തിറങ്ങി അന്വേഷിച്ച് നോക്ക്. പലരും പലതും പറയുന്നുണ്ട്. അയ്യേ, മാളു, എന്താ? എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. പിന്നെ അവിടെ എനിക്കിപ്പോ കുറച്ച് ധൃതിയുണ്ട്. റിഹേഴ്സലിന് സമയം. അത് സാരില്ല, പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. പഠിപ്പ് കളഞ്ഞിട്ട് വേണം നിന്റെ. അയാൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇവളിതിന് പോവണ്ട. നൃത്തമല്ല വലുത്, ജീവിതാ. നിങ്ങൾ എന്തൊന്നും പറയാത്തെ? നീ കിടന്ന് പിടയ്ക്കാതെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മാധവനി മാഷ എത്തി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരട്ടെ. ആര് തടഞ്ഞാലും ഇനി എനിക്കിതിന്ന് പിന്മാറാൻ പറ്റില്ല. നോട്ടീസും പരസ്യങ്ങളും ഒക്കെയായി. പ്രോഗ്രാമിന് ഇനി 2 ദിവസമേ ഉള്ളൂ. ഇനി ഞാൻ പിന്മാറുന്നത് ഒരു കലാകാരനോട് കാണിക്കുന്ന ചതിയാണ്. അച്ഛന് മനസ്സിലാവും അത്. അതെ, അതാണല്ലോ എന്റെ ധർമ്മസങ്കടം. അപ്പൊ നാളെ ഇവളങ്ങ് മരിച്ചു പോയാലോ? അല്ലെങ്കിൽ വല്ല കയ്യോ കാലോ ഒടിഞ്ഞ് കിടപ്പിലായാലോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നാ മതി. എനിക്ക് വിഷമമില്ല. നീ നാക്ക് വളച്ചൊന്നും പറയാതെ, അല്ലെങ്കിൽ തന്നെ കരിനാക്ക. മാഷ് വരൂ, ഇരിക്കും. ഉടനെ വരാൻ പറഞ്ഞു. എന്താ അത്യാവശ്യം? ഒന്നും പറയണ്ട. നന്ദഗോപാലിനും മാളൂരും ചേർത്ത് കുട്ടികൾ എന്തൊക്കെയോ പറയണമെന്നോ, സോമശേഖരനും അത് കേട്ട് ഇവിടെ വന്ന് ദേഷ്യപ്പെട്ടുവെന്നോ എന്തൊക്കെയോ ഇവള് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ എന്താ, ഈ പ്രോഗ്രാമിന് ഇവള് പങ്കെടുക്കണ്ടെന്നാ തീരുമാനം. ഓഹോ, ചീത്തപ്പേര് കേട്ടാ പിന്നെ ഞങ്ങൾ ജീവിക്കണോ മാഷേ? സോമൻ ഒട്ടും ഇഷ്ടമല്ല. അയാളുടെ ഇഷ്ടം നോക്കേണ്ടതെന്നാ ഞാൻ പറയണത്. അത് വിവാഹം കഴിഞ്ഞിട്ട് പോരെ. വെറുതെ ഈ കുട്ടിയുടെ മനസ്സ് തകർക്കല്ലേ. നിങ്ങളൊക്കെ കലാകാരന്മാരുടെ വംശമാണെന്നല്ലേ പറയണേ. കല ഒരു വൃതാണ്, ധ്യാനമാണ്. ഇപ്പോ ഇവളുടെ ഏകാഗ്രത നശിപ്പിക്കരുത്. പക്ഷെ മറ്റുള്ളവർക്കത് മനസ്സിലാവണ്ടേ? ഒരു പെൺകുട്ടിയായിപ്പോയി. പെൺകുട്ടിയായാലെന്താ? നിങ്ങൾ ഈ പറയണതൊക്കെ ഞാനും കേട്ടു. ഞാനത് ശ്രദ്ധിച്ചു പോലുമില്ല. ഇത് സ്വാഭാവികമാണ്. ഏത് കലാകാരനാണ് സമൂഹം വളർത്തിയിട്ടുള്ളത്? പരിഹാസത്തിന്റെയും ആരോപണങ്ങളുടെ ഇടയിലൂടെ സ്വയം വളർന്നിട്ടുള്ളവരേ ഉള്ളൂ.
അല്ലാത്തവരുടെ വളർച്ച കെട്ടുപോയിട്ടേ ഉള്ളൂ. വളർന്നു കഴിയുമ്പോൾ ഇതേ സമൂഹം അവരെ അവകാശപ്പെടും. നാളെ മാളവിയെ അവകാശപ്പെടാൻ ഈ ആളിലൊക്കെ ഉണ്ടാവും. കുട്ടി, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. അവഗണിക്കാനുള്ള കരുത്തുണ്ടാവണം. പക്ഷേ നമ്മുടെ മനസ്സ് പവിത്രമായിരിക്കണം. തെളിഞ്ഞ് കളങ്കമില്ലാതെ വെടിപ്പായ തങ്കത്തളിക പോലിരിക്കണം. വൃത്തിയുള്ള പാത്രത്തിലേ ഈശ്വരൻ ഭിക്ഷ തരൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കുട്ടിയുടെ മനസ്സ് പവിത്രമാണെന്ന് കുട്ടിക്ക് ഉറപ്പില്ലേ? അവൾ വല്ലാതെ വേദനിക്കണുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഒന്നും അവളോട് പറയണ്ട. ഒരേട്ടന്റെ അധികാരം കാണിച്ചു, തെറ്റില്ലല്ലോ. ഈ ധൈര്യം മതി എനിക്ക്. കലാകാരന്റെ വേഷം കെട്ടി നടക്കണുണ്ടല്ലോ നീ. നിനക്ക് വിവരം ഉണ്ടോടാ? ഇല്ല, കലയും കലാകാരനൊന്നും എനിക്ക് മനസ്സിലാവില്ല. എന്റെ മുഖത്ത് നോക്കിയ കൂട്ടുകാരനെ പരിഹസിച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമല്ല അവിടെ കൂത്തിന് പോണത്. നിന്റെ ഇഷ്ടം നോക്കി അവളുടെ ഭാവി നശിപ്പിക്കണോ? നിനക്ക് ഇഷ്ടമല്ലേ, നീ അവളെ കെട്ടണ്ട. തീർന്നില്ലേ? തോന്നുമ്പോ വേണമെന്നും വേണ്ടെന്നും വെക്കാൻ പറ്റുന്നതാണോ ഏട്ടാ മനസ്സ്? എല്ലാവരും കൂടെ എന്നെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പൊ അയ്യേ, എന്താ ഇത്? കുട്ടികളെ പോലെ ഏടത്തി പറയണത് കേക്ക്. ഞാൻ അവളോട് വേണ്ട, ആരും ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ സമ്മതിക്കില്ല. വരുന്നുണ്ട് അയാള് തന്നെ. എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പറ. എനിക്ക് എന്റെ ജീവിതം വേണം. മാളുവിനെ നിങ്ങൾ പറഞ്ഞ് മയക്കിയെടുത്തു. എന്നെ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പാണ്. രാത്രിയും പകലും അവളെ കൊണ്ട് നടന്ന് നിങ്ങൾ എന്റെ ജീവിതം തകർത്തു. നീ വിചാരിക്കുന്ന പോലല്ല. ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ ഒരു തകരപ്പാട്ട പോലെ തട്ടിക്കളഞ്ഞ് നീ അങ്ങനെ സുഖിക്കണ്ട. അത് ഞാൻ സമ്മതിക്കണ്ട പട്ടി. ആ കുട്ടി വരുന്നുണ്ട്. വരൂ, കയറി വരൂ. രക്ഷപ്പെട്ടു. കൊന്നില്ല അവര്, ഭാഗ്യം. ഇന്ന് ഇത് അവതരിപ്പിച്ച് കണ്ടിട്ട് മരിക്കാനും തയ്യാർ. വെറുതെ വേണ്ടാത്ത വർത്തമാനം പറയണ്ട. മോളിരിക്കേ. ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. എന്തെങ്കിലും ഉദ്ദേശം കാണും അല്ലേ? അമ്മേ, നമ്മുടെ സീത വന്നിട്ട് ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കണ്ടേ? ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ഇല്ല, രാത്രിയല്ലേ. 3 ആളുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് മാധവനുണ്ണി മാഷ് വന്നിരുന്നു.
എല്ലാരും അറിഞ്ഞു അല്ലേ? ഉവ്വ്. ഇന്ന് പ്രോഗ്രാം നടക്കില്ല എന്നാ എല്ലാരും പറയണത്. പ്രോഗ്രാം നടക്കണം, അത് മുടക്കാൻ പാടില്ല. എനിക്കൊരു കുഴപ്പമില്ല. മേലിത്തിരി വേദനയുണ്ട്, പിന്നെ ചെറിയൊരു പനിയും. അര കുപ്പി സാധനത്തില് നല്ല കുരുമുളകിട്ടൊരു പിടി പിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഒരു മരുന്നും വേണ്ട. ആശാൻ അറിഞ്ഞില്ലേ എന്റെ ഗുസ്തി? ഉവ്വ്, വരാനിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പോരുമായിരുന്നു. അറിയാതെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഏറ്റു പറഞ്ഞു മാപ്പിരക്കാൻ. തെറ്റോ? എന്ത് തെറ്റ് ചെയ്തു നീ? ചില കഥകള് ആളുകൾ പറയണത് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ ആളുകളെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മനസ്സിൽ കറ പുരളാതിരിക്കുക, പിന്നൊന്നും ബാധിക്കില്ല. ഒരാരോപണവും നമ്മളെ സ്പർശിക്കില്ല. എന്റെ മനസ്സിൽ കറ പുരണ്ടിരുന്നു. അരുതാത്തത് പലതും മോഹിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കരയാതെ കാര്യം പറയൂ. മാഷിനെ എനിക്ക് വെറുപ്പായിരുന്നു. പിന്നെ ഭക്തി, അത് ആരാധനയായി. പിന്നീട് ഞാൻ സ്നേഹിച്ചു പോയി. എന്ത് അവിവേകമാണ് കുട്ടി നീ പറയുന്നത്? ഛേ, ഇതാണ് പെണ്ണിന്റെ ചാബല്യം. അനിയത്തെ പോലെ കണ്ടവളും ശിഷ്യയും ഒക്കെ അതെ. ആരാണ് എന്താണ് ഒന്നും നോക്കില്ല. ശാസ്ത്രം പഠിച്ചവളല്ലേ നീ? ഗുരു പിതൃതുല്യനാണ്. നീ എനിക്ക് മകളെ പോലെയാണ്. ഗുരുവിനെ കാമിക്കുന്നവൾ പിതാവിനെ കാമിക്കുന്നവളാണ്. മാപ്പ്, അവിവേകം പുറത്ത് മാപ്പ് തരണം. കരയണ്ട. ഈ ആയുസ്സും മനസ്സും ശരീരവും എല്ലാം ഒരുവൾക്ക് കൊടുത്തവനാണ് ഞാൻ. ഇന്നും അവൾ എന്നോടൊപ്പം ഉണ്ട്. നീ എന്നും എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ ശിഷ്യയായിരിക്കും. ശിഷ്യ മാത്രം. ആ ഭാഗ്യം മാത്രം മതി. മാധവനുണ്ണി മാഷിന്റെ ഒരു ചോദ്യത്തിന് മുന്നിൽ ഒരു രാവ് മുഴുവൻ ഉമിത്തിയിൽ പോലെ ഞാൻ നേറി. ഇപ്പൊ എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാം. കറ കളഞ്ഞ് തങ്കത്തളിക പോലെ പവിത്രമായ മനസ്സാണ് എന്റേത്. ആരുടെയും വിശ്വാസങ്ങളും പ്രതീക്ഷകളും എനിക്ക് തകർക്കണ്ട. നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ലേ, സോമശേഖരൻ. അവൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അവനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ നിനക്ക് കിട്ടില്ല. അവനെ നിഷേധിക്കരുത്, വേദനിപ്പിക്കരുത്. എനിക്ക് അവനെ മനസ്സിലായി. ഇന്ന് അവനെ ക്ഷണിക്കണം. സീതയായി നീ അരങ്ങേറുന്നത് കാണാൻ. നിന്റെ യഥാർത്ഥ അരങ്ങേറ്റം എന്റെയും. എനിക്ക് മനസ്സിലാവണില്ല. ബുദ്ധിയോ വിവരമുള്ളവര് ആരെങ്കിലും ചെയ്യോ? ഗുരുനാഥനെ പോലെ ഒരാളെ ആളെ കൂട്ടി തല്ലിക്കുക. എന്റെ ഈശ്വര, എന്ത് പറ്റി ഈ കുട്ടിക്ക്? ഭ്രാന്ത് അല്ലാണ്ടെന്താ? നന്ദൻ ഇത് പറഞ്ഞപ്പോ മുഖത്തടി കൊണ്ട പോലെയായി ഞാൻ. അയാൾ ഒരു തമാശ പറയണ പോലെയാ പറഞ്ഞത്. എന്താ മറുപടി പറയാ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട. ദേഷ്യപ്പെടാണ്ട് സ്നേഹത്തില് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കവനെ. അതിനെവിടെ പോയാ കണ്ടുപിടിക്കുക? ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. ശാരത്ത് പോയിട്ടുണ്ടാവും, അല്ലാണ്ട് എവിടെ പോവാനാ? ശാരത്തേക്ക് വരണത് ഉണ്ണിക്ക് മടിയായിരുന്നല്ലോ. എന്താ പഠിപ്പില്ലേ? എന്താ ചൊടിയും ചോണയില്ലാണ്ട്? സുഖയില്ലേ? ഏയ് ഒന്നുമില്ല. അതെടുക്കണ്ട, കയ്യിലൊക്കെ ആയ മെനക്കേടാ. വലിയേട്ടൻ വരുന്നു. എടാ ഉണ്ണി, നീ മാധവനോട് പറയണ്ടാ പോന്നേ. അവൻ ആകെ പരിഭ്രമിച്ചിരിക്കുക. ശങ്കരത്തെ മേനന്റെ ഫോണിൽ വിളിച്ചു ചോദിച്ചിരിക്കണു നീ ഇവിടെ എത്തിയോന്ന്. പറഞ്ഞിട്ട് പോന്നൂടായിരുന്നു നിനക്ക്? നിന്നോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണേ. എന്തോ അത്യാവശ്യം ഉണ്ട് അത്രേ. എടോ, എന്താ കാണിച്ചോണ്ടിരിക്കണേ? ഒന്ന് വേഗം നോക്ക്. സന്ധ്യയിൽ എന്തിനീ പിൻവിളി, എന്തിനീ സാന്ത്വന സല്ലാപനിസ്വനം. വന്നു ഞാൻ നിസ്വയാ
തട്ട് തട്ട്. ഈ രംഗം ഇപ്പൊ കഴിയും. 5 പൊട്ടിച്ചു വെക്കടാ. നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിന്റെ ഏട്ടൻ ഹോസ്റ്റൽ അന്വേഷിച്ചു വന്നിരുന്നു. വീട്ടിൽ പോയി. അപ്പൊ നീ പ്രോഗ്രാം കണ്ടില്ലേ? ഇല്ല. നിന്റെ നങ്ങേരമ്മ കസറിട്ടോ. ഇനി അവളെ പിടിച്ചാ കിട്ടില്ല. ചെല്ലു ചെല്ലു, നീ കൂടി ചെല്ലു. ബാക്കി ഞാൻ കൊണ്ടുവരാം. എടാ ചെല്ലടാ. നീ എപ്പോഴാ വന്നത്? നല്ല ആളാ. പൂവി കലക്കാൻ പരിപാടി ഇട്ടാൾ. ഇപ്പൊ അതേ സഹായകം പറ്റും. ഒരു തംസപ്പ് അടിക്കാല്ലേ? ബോസല്ലേ? എടുക്കരുത്. കഥ പറയാൻ കണ്ട നേരം അവിടെ ആളുകൾ കുടിക്കാൻ വെള്ളം ചോദിച്ചോണ്ടിരിക്കും. കുടിക്കാൻ കൊടുക്കാൻ ആരുമില്ലേ? അയ്യോ അത് ഞാൻ ഇടിവെട്ടേറ്റ പോലെ നിൽക്കാതെ മാറി നിൽക്കടാ അങ്ങോട്ട്. നീ ഒരു കാര്യം ചോദിക്കട്ടെ. നന്ദഗോപൻ മാഷെ തല്ലിച്ചത് നീയാണോ? ഞാനിപ്പോ വരാം. ആ ഉരുളല്ലേ, നീയാണോ? ഒന്ന് പോടാ അവിടുന്ന്. സുഹൃത്തുക്കളെ, വികാരസാന്ദ്രമായ അടുത്ത ഒരു രംഗത്തോടുകൂടി സീതാരാമായണം എന്ന നൃത്തശില്പം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലവനും കുശനും തന്റെ പുത്രന്മാരാണെന്ന് അംഗീകരിച്ച് സ്വീകരിച്ചതിനു ശേഷവും സീതയെ സ്വീകരിക്കാൻ കോസല രാജധാനി മടിക്കുന്നു. സീത പരസ്യമായി മാപ്പപേക്ഷിക്കണമെന്ന് ശ്രീരാമൻ ആവശ്യപ്പെടുന്നു. അത് ധാർമ്മിക ദോഷം കൊണ്ട സീത തന്റെ മാതാവായ ഭൂമിദേവിയോട് അഭയം തരണമേ എന്ന് സീത അപേക്ഷിക്കുന്നു. ഭൂമി പിളർന്ന് വസുന്ധര മകളെ സ്വീകരിക്കുന്നു. അവിടെ നിൽക്കാൻ തല്ലാനും തല്ലിക്കാനും ഒക്കെ ഉള്ള ധൈര്യം വന്നു നിനക്ക് അല്ലടാ? എന്തു പറ്റിയടാ നിനക്ക് ഇത്രയും വിവരക്കേട് കാണിക്കാൻ? കാണിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഏടത്തിന്റെ അടുത്ത് തെറ്റും മാപ്പും പറഞ്ഞ് കുറെ കരഞ്ഞു. അരങ്ങേറ്റത്തിന് നീ ഉണ്ടാവണമെന്ന് അവൾക്ക് വലിയ നിർബന്ധമായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ ഇനി നൃത്തം പഠിക്കാൻ പോലും പോണില്ലാത്രേ. തൃപ്തിയായോ? സ്നേഹം സ്നേഹം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ, നന്മയെ നന്മ കൊണ്ടും. നീ കരയൊന്നും വേണ്ട, തെറ്റു മനസ്സിലാക്കി തിരുത്തുക. തിരുത്താൻ പറ്റില്ല ഏട്ടാ. അതെന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. തംസപ്പ് കുടിച്ച ആരോ ഒരാൾ അത് കഴിച്ചിട്ടുണ്ട്. മാണു, മാഷ്, പ്രിൻസിപ്പൽ, പിന്നെ ആരൊക്കെയോ. ആരാണെന്ന് എനിക്കറിയില്ല.